ഏതായാലും നമുക്ക് കുസൃതി കിറ്റിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ട് പോകാം. എന്താ പേര്? അശ്വിനി. 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 അഖില. അനിത. അനു. അഖില എന്ന് പറഞ്ഞാൽ അഖിലയാണോ? അല്ല, അഖില. ഏത് ഗാണോ? നഖത്തിന്റെ ഖാണോ? നഖത്തിന്റെ ഗ. അഖില. അശ്വിനി, എന്തായി നിങ്ങൾ രണ്ടുപേരും അശ്വിനി രണ്ടുപേരും അടുത്ത് നിൽക്കുന്നത്? എന്താ അതിന്റെ ഉദ്ദേശം? ഫ്രണ്ട്സാണ്. നല്ല അടുപ്പാണ് നിങ്ങൾ? നല്ല കൂട്ടുകാരാണ്. എന്തും നിങ്ങൾ തുറന്നു പറയാറുണ്ടോ? എല്ലാ കാര്യം തുറന്നു. എങ്കിൽ ഈ അശ്വിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം ഏതാ? റെഡ്. റെഡ് ആണോ? അതെ. ആണോ? അതെ. അതെ. ഇയാൾ ഏത് കാര്യത്തിനെ കുറിച്ചായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടാത്തത്? ആര്? ഇയാൾ ഏത് കാര്യത്തെ കുറിച്ചായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടാത്തത്? ഫ്രണ്ട് അല്ലേ? ഇങ്ങനെ ക്ലാസ്സിലൊന്നും ആൺകുട്ടികളായിട്ടൊന്നും അധികം സംസാരിക്കണമെന്ന് ഇഷ്ടമല്ല. ഞാൻ പറയട്ടെ, ഈ ജിന്ദഗി ക നാം ദോസ്തി, ദോസ്തി ക നാം ജിന്ദഗി എന്ന് പറയാറുണ്ട്. ജീവിതത്തിന്റെ പേരാണ് സുഹൃത്ത്, സുഹൃത്തിന്റെ പേരാണ് ജീവിതം. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ജീവിതത്തിൽ നല്ലൊരു സുഹൃത്തിനെ കണ്ടുമുട്ടുമ്പോൾ അല്ലെങ്കിൽ കണ്ടു കിട്ടിയാൽ അവൻ്റെ ഒരുപാട് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വിഷമങ്ങളെ മറ്റുള്ളവരിൽ പങ്കുവെക്കാനുള്ള ഒരു മാധ്യമമായി നമുക്കിതിനെ കാണാൻ കഴിയാറുണ്ട് അല്ലേ? സുഹൃത്ത് ബന്ധത്തിന്. ഒരു സുഹൃത്ത് ബന്ധത്തിന് എന്താണ് നിങ്ങൾ കാണുന്ന ഒരു ഡെഫിനേഷൻ എന്താ? സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് വെറും പറ്റിക്കാനുള്ളതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നേടിയെടുക്കാനുള്ളതാണോ? അല്ല. അല്ല. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഒരു കരുത്താണ് എല്ലാത്തിനും. നമ്മളിപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും നമുക്കൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് തുറന്നു പറയാം. അതിലൂടെ നമുക്ക് പകുതി നമ്മുടെ മനസ്സിലുള്ള ഭാരം ഒഴിച്ചു വെക്കാം. അതുകൊണ്ട് നല്ലൊരു ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. ഇയാളുടെ പേരെന്താണ്? അഖില. ആർക്കതിൽ പാടാനുള്ള കഴിവുള്ളത്? അശ്വിനി. അപ്പൊ അശ്വിനി പാടാൻ വേണ്ടി പോകണം. നിങ്ങളൊന്ന് ഉഷാറായി കൈയടിച്ച്. എല്ലാരും കൂടി പാടാലോ? ഒന്നിച്ച് പാടണ്ട, ഒറ്റയായിട്ട് പാടിയോ? ഒറ്റക്ക് പാടാം. കാറ്റാടി തണലും കടലത്തര മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയൂഞ്ഞാലാടുന്നീടനാഴില മതിയാവില്ലൊരു നാളിലും നീ നല്ലൊരു നേരം ഇനിയിൽ ഇതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടി തണലും കണലത്തര മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും. നമുക്കൊരു നല്ലൊരു പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ ഏത് പാട്ടായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുക? ഞങ്ങള് മലർവാടി ആർട്സ് ക്ലബ്ബില്ലേ? മലർവാടി ആർട്സ് ക്ലബ്ബിലത്തെ ആ ആർട്സ് ക്ലബിന്റെ നല്ല മനോഹരമായ ഒരു പാട്ട് കേട്ട് തിരിച്ചും. അതിനോടൊപ്പം നമുക്ക് ഇവരോട് ഒരു ചോദ്യം ചോദിക്കാം. ഞാനൊരു 7 ചോദ്യം ചോദിക്കുക. 7 ചോദ്യത്തിന് മാ ചേർത്ത് ഉത്തരം പറയുന്ന ആൾക്കാണ് സമ്മാനം. അത് ഞാൻ ആരോടാ ചോദിക്കേണ്ടത്? ഏത്? ഈ അശ്വിന്? ഈ അശ്വിൻ ചോദിക്കട്ടെ. മാ എന്ന് തുടങ്ങുന്ന കാര്യങ്ങളായിരിക്കാൻ വേണ്ടത്. മാ എന്നാണ് തുടങ്ങേണ്ടത്. ഇപ്പോൾ വീട് പേരൊക്കെ ചോദിച്ചാലും അശ്വിനി അപ്പോൾ ഒരുപാട് മാ ചേർത്തുള്ള വാക്കുകളുണ്ട്. അതാണ് ഉച്ചരിക്കേണ്ടത്. ആ കാര്യങ്ങളാണ് പറയേണ്ടത്. എവിടെ വീട്? മഞ്ചേരി. മഞ്ചേരി. ഈ മഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ്? മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ. വീട്ടിലാരൊക്കെ ഉള്ളത്? മച്ചൻ എന്ന് പറഞ്ഞ സാധനം എന്താ? തൽക്കാലം നമുക്ക് മദർ എന്ന് മാറ്റിക്കോളൂ. മദർ. മുത്തച്ഛൻ. മുത്തശ്ശി. ഒന്ന് കൈയിടിക്കുന്നേ. ഇനി നമ്മൾ വീണ്ടും 4 ചോദ്യങ്ങൾ ശേഷിച്ചിരിക്കുന്നു. പഠിക്കുന്നത് എവിടെ? പഠിക്കുന്ന ഏതെങ്കിലും മാറ്റി വെച്ചിട്ടുള്ള സ്ഥലം അറിയില്ലേ? പെട്ടെന്ന് പറയല്ലോ, സമയം കഴിഞ്ഞു പോലും. മട്ടാഞ്ചേരി. ഇനി നമ്മൾ ശേഷിക്കുന്ന 3 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട കറി ഏതാണ്? മീൻകറി. അവിടെ പോയില്ലേ? മീനാണോ? എങ്കിൽ ഇനി രണ്ടാമത്തെ ചോദ്യത്തിൽ കിടക്കുകയാണ്. ഇനി ശേഷിക്കുന്ന 2 ചോദ്യം. ഇഷ്ടപ്പെട്ട ജ്യൂസ് ഏതാണ്? മാമ്പഴ ജ്യൂസ്. എന്താ പേര് പറഞ്ഞത്? അശ്വിനി. ഓക്കെ. അപ്പൊ ഈ നമ്മൾ വളരെ മനോഹരമായി 6 ചോദ്യങ്ങൾക്ക് മനോഹരമായ ഉത്തരം പറഞ്ഞു. 6 ചോദ്യങ്ങൾക്ക് മനോഹരമായ ഉത്തരം. 7ാമത്തെ ചോദ്യത്തിന് സ്വന്തം പേര് പറഞ്ഞിട്ടാണ് ഇയാള് ഔട്ടായത്. ഏതായാലും നമുക്ക് സമ്മാനം കിട്ടാതെ പോയിരിക്കുകയാണ്. സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം വീണ്ടും സമ്മാനം നേടാം. അതുകൊണ്ട് ഈ പ്രോഗ്രാം തുടർന്ന് കാണുക. ഇതിന്റെ കാര്യഗൗരവമുള്ള ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ.